പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 19 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ
നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പപ്പുവിൻ്റെ ഒരു സിനിമയില്ലേ, ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല, പിന്നെ വല്ലവരുമായിട്ട് എന്തെങ്കിലും എൻ്റെ അടുത്ത സഹപ്രവർത്തകരൊക്കെ ആയിട്ട് വല്ല രാജ്യത്തല്ല ഈ പൺട്രസിലെടുത്ത് പോകുമ്പോൾ വല്ല സമയമുണ്ടെങ്കിൽ അവിടുത്തെ ഫീസ് നോക്കും. അത് മോശം സിനിമ ഒന്നും കാണത്തില്ല, എല്ലാം നോക്കി കണ്ടാൽ പിന്നെ മോശമാണെന്ന് കണ്ട് അപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരും. ഒരു സംശയമില്ല കരുതി. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇത് എന്തിനാ വൈഷുഡ് നമ്മളെന്താ ഹൃദയം എന്തിനാണ് ആവശ്യമില്ലാതെ ശുശ്രൂഷ ഇരിക്കണമല്ലേ. അപ്പം അത് എന്താ ഞാൻ ഈ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞൊരു സിനിമ ഈ പണ്ടുണ്ടായിരുന്നതാണ് പപ്പുവിൻ്റെയൊക്കെ. പപ്പു ഒരു സ്പാനറൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളാനകളുടെ നാട് അങ്ങനെ എന്താ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും. ഇത് ഏറ്റവും കൂടി പറയണ ആരാണെന്നറിയാമോ? പിശാച. നമുക്ക് പിശാചാണ് ഇത് ഏറ്റവും കൂടി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. എന്താണ് ആ പിശാച പറഞ്ഞത്? അതിൽ ഇവനിങ്ങനെ കണ്ണും വെച്ച്, ബൈബിൾ പറയണമെന്നറിയാമോ? ബൈബിൾ പറയണത് ഇവനിങ്ങനെ കണ്ണും വെച്ച് വാതിക്കലിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അപ്പം ഇവൻ ചാടി പറ്റും. അതുകൊണ്ട് ബൈബിൾ പറയും, നീ തെറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ അവൻ നിന്നെ കണ്ണു വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് വായിച്ചത് ഭാഗം വായിച്ചേ. ഉൽപ്പത്തി 4:7 ഉചിതമായി പ്രവർത്തിച്ചാൽ, ആരുടെ കായനോട് ദൈവം പറഞ്ഞാണേ, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ല. കായന്റെ ബലി സ്വീകരിച്ചില്ലല്ലോ ദൈവം. അപ്പൊ ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാരനാകത്തില്ലേ. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഞാൻ അർത്ഥം എങ്ങനെ കീഴടക്കണം? എങ്ങനെ പാപത്തെ കീഴടക്കണത്? നല്ലത് എല്ലാത്തിലും നല്ലത് ചെയ്യാൻ നോക്കണം. എല്ലാത്തിൻ്റെയും നല്ലത് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ അല്പം തെറ്റിപ്പോയാൽ ഉടനെ അവൻ പറയും, ഇപ്പം ശരിയാക്കി തരാം, ഞാൻ കയറി വരും. ഇപ്പം എന്ത് ചെയ്താലും ഓരോ വിഷയത്തിനും അതിൻ്റെ നല്ലത് ഏതാണെന്ന് നോക്കണം. എന്ന് വെച്ചാൽ നല്ലതെന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പം വെച്ചാൽ, നല്ലതെന്ന് വെച്ചാൽ അതിൽ ദൈവത്തിന് നല്ലതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് ഈ ആൾക്കാർക്ക് പണി കിട്ടുന്നത്. അവർ നല്ലതെന്ന് നോക്കാൻ എനിക്ക് തോന്നി, അത് നല്ലതാണെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണെന്ന് പറയും. പക്ഷെ അവിടെ എന്താ വിഷയം? അത് ദൈവത്തിന് നല്ലതാണെന്ന് നോക്കണം. ദൈവത്തിന് നല്ലതാണെന്ന് നോക്കണമെങ്കിൽ പ്രത്യേകിച്ച് മെസ്സേജ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ആൾക്കാർ ചില കൺഫ്യൂഷൻ വരും, മെസ്സേജ് എടുക്കണപ്പോഴേക്കാണ്. ദൈവം നല്ലതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കണമെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് നല്ലതേ ചെയ്യിക്കത്തുള്ളൂ, ചിന്തിപ്പിക്കത്തുള്ളൂ, നടപ്പിൽ വരുത്തിക്കത്തുള്ളൂ. നമ്മൾ എന്തെടുത്താലും പറ്റിപ്പും തട്ടിപ്പും മറ്റുള്ളവരെ സൈഡ് ലൈൻ ചെയ്യുകയും അവൻ്റെ വളർച്ചയെ തടുക്കണ രീതിയിൽ നമ്മൾ പെരുമാറുകയും. ഈ മലയാളികളെ കൊണ്ട് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാവറച്ചൻ്റെ കാലം വരെ ഇവിടെ ഈ 2000 കൊല്ലം വിശുദ്ധരില്ലല്ലോ. നമ്മുടെ പോർട്ടീസുകാർ വന്നു നമ്മുടെ പാരമ്പര്യമെല്ലാം കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും കത്തിക്കണ മുമ്പ് ഒരു കൊല്ലം ഉണ്ടായിരുന്നില്ല, 1500 കൊല്ലം. ഒരു വിശുദ്ധം പോലും ഇല്ല ഈ സഭയിൽ, നമ്മുടെ സഭയിലില്ല. അവർ ചാവറച്ചൻ പോലും, ഞാൻ ചാവറച്ചൻ്റെ ഒരു വലിയ ഭക്തനാണ്. ഭക്തനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക ഭക്തനാണ്, ചരിത്രപരമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ കണ്ണ് തുറന്നതിന് ശേഷം കർമ്മലിതക്കാരുടെ പാല് കുടിച്ചാൽ വളർന്നതാണ്. കണ്ണ് നിറഞ്ഞു പോകുന്നത് കേൾക്കുമ്പോൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർമ്മലിതക്കാർ തന്ന ആധ്യാത്മികത ഉണ്ട്. അത് ഏത് ആധ്യാത്മികതയാണ്? ഉദയംപുര സൂര്യദിവസത്തിലൂടെ ആ സഭാ നവീകരണ പ്രക്രിയയിലൂടെ അത് ഏറ്റെടുത്ത് കർക്കശമായി ഒത്തിരി തെറിയും ഒത്തിരി സങ്കടവും ഒത്തിരി ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച് തന്നെയാണ് അവരിതെല്ലാം സഭയെ നവീകരിച്ചെടുത്തത്. എടുത്തതിന് ശേഷം നമുക്ക് വിശുദ്ധരുണ്ടായി, വിശുദ്ധ ജീവിതം എന്താണെന്നൊക്കെ മനസ്സിലായി. അതുപോലെ തന്നെ എങ്ങനെയാണ് കൗദാശ ജീവിതം എന്നൊക്കെ മനസ്സിലായി. നമ്മൾ ആഴമായ സാക്ഷികളായി മാറി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എന്തുമാത്രം സുവിശേഷ പ്രവർത്തകരുണ്ടായി. ഈ പോർട്ടീസുകാർ വരുന്ന മുമ്പ് ഒരു സുവിശേഷ പ്രവർത്തനം കാണിച്ചു തരാവാ? ആരുമില്ല. ഇനിയിപ്പോൾ എന്തെല്ലാം വിശുദ്ധന്മാരുണ്ടായി. ഇപ്പോൾ കുഞ്ഞാനച്ചനെ പോലെയുള്ള എന്തുമാത്രം വിശുദ്ധന്മാരിന് വരാൻ പോകുന്നു. അവരാരെല്ലാം എന്താണ്? അതെല്ലാം വരാപ്പുഴ വികാരിയാത്തിൽ നിന്ന് പ്രസരിച്ച ആധ്യാത്മിക ചൈതന്യത്തിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള കൃപകളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താ നമ്മളെ ചരിത്രത്തെ ഇപ്പം എല്ലാവരും
പൊടിച്ചുകാരെ തെറി വിളിക്കുകയും കർമ്മരീസക്കാരെ എപ്പോഴും പുച്ഛത്തോടെ നോക്കുകയും ചെയ്യുന്ന ഒത്തിരി പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് വേറൊരു വശം കൂടി ചിന്തിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആധ്യാത്മികത എന്താ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കർമ്മരീത്തക്കാരുടെ ആധ്യാത്മികതയാണ്. ഈ സ്റ്റവലിൻ്റെ പിതാവിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സ്റ്റവലിൻ്റെ പിതാവാണേ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് മാന്നാനത്ത് CMA ആശ്രമം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. അന്ന് പാലക്കലച്ചനുണ്ടായിരുന്നു. പാലക്കലച്ചനും ചവറ അച്ഛനായിരുന്നു, അതായത് ക്ലിയറിയായിട്ട് പട്ടം കിട്ടിയുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നിൽക്കുമ്പോൾ സ്റ്റബിലിൻ്റെ പിതാവിന് അന്ന് കാര്യം മുഴുവൻ ചൊറിയായിരുന്നു. ഈ വഴിക്ക് ആലപ്പുഴ വന്ന് താമസിച്ച് ഭയങ്കര രോഗങ്ങൾ പിടിച്ചിട്ട് പാവം അവിടെ പോയി ആയുർവേദ ചികിത്സയായിരുന്നു. അപ്പോൾ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പോലും ഈ ചൊറി പിടിച്ച കാലം തളർന്ന കാലമായിട്ട് ഈ സായിപ്പല്ലേ മുഴുവനും ചുവന്ന് നേറി വന്ന് കുടമാളൂർന്ന് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ് നിങ്ങളിട് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആദ്യത്തെ ആശ്രമക്കല്ലിടുന്നത്. അദ്ദേഹം ഒരു 200 സ്കൂടി കൊടുക്കും. 6 വെള്ളി നാണയമാണ് സ്കൂടി എന്ന് പറയണത്. അത് ആദ്യത്തെ സംഭാവനയാണത്. നമ്മുടെ സഭയുടെ ചരിത്രങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പഠിക്കാൻ നോക്കണം. അല്ല, സഭയുടെ പഠിക്കണത് ഈ സഭയെ വെറും ഒരു ജാതി സമാജമായിട്ട് കാണുന്നവരാണ് പലപ്പോഴും മറ്റുള്ളവരെ ഈ സഭയിൽ നടന്നിട്ടുള്ള എല്ലാ നവീകരണ പ്രവർത്തനങ്ങളെയും സംശയം ദൃഷ്ടിയോടെ നോക്കുന്നത്. സഭ ജാതി സമാജമല്ല, സഭ തിരുസഭയാണ്. കർത്താവിൻ്റെ വിശുദ്ധമായിരുന്ന വീണ്ടെടുക്കപ്പെട്ടവരുടെ ആത്മീയ സുവിശേഷ സാക്ഷ്യക്കൂട്ടായ്മയാണ്. അതങ്ങനെ തന്നെ വരികയും ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.